ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മുടെ ഒപ്റ്റിക്സിന്റെ നെക്സ്റ്റ് ക്ലാസ് ആണ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോ റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള അടുത്തൊരു ഡിവൈസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രിസമാണ്. അപ്പോ പ്രിസം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് പ്ലസ് ടുവില് പഠിക്കാനുള്ളതും അതുപോലെ തന്നെ ലാബ് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ കുറച്ച് ട്രിഗണോമെട്രി വരുന്നുണ്ട്. ഞാൻ ആലോചിച്ചു പ്രോബ്ലം ഇടണമെന്ന്, പക്ഷെ നിങ്ങളുടെ സിലബസില് മാത്സ് ഇല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ദ റിഫ്ലക്റ്റിംഗ് ആംഗിൾ ഓഫ് ദ പ്രിസം ഈസ് എ. പ്രിസത്തിന്റെ റിഫ്ലക്റ്റിംഗ് ആംഗിൾ എത്രയാണ്? എ ആണ്. അതായത് ആംഗിൾ ഓഫ് ദ പ്രിസം എ ആണ്. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം ഈസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N21 is cot A/2. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എ എന്ന് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ആരെങ്കിലും ആൻസർ കിട്ടിയോ? ഓക്കെ, ഒരു ഐഡിയ ഉണ്ട് എന്നുള്ള ആൾക്കാർ ചെയ്ത് നോക്കിയോളൂ. ഞാനിപ്പോ എന്തായാലും ഇത് ചെയ്യാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DM ആണ്. പക്ഷെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ ആംഗിൾ ഓഫ് ദ പ്രിസം എ ആണ്. തിൻ പ്രിസം എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ വി യൂസ് ദി ഇക്വേഷൻ N21 is equal to sin A plus DM by 2 divided by sin A by 2. Sin A plus DM by 2 divided by sin A by 2. ഓക്കെ, ഗായത്രി ഓപ്ഷൻ സി എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആൻസർ ആണ്. കിട്ടാത്ത ആൾക്കാർ നോക്കിക്കോളാ. N21 എന്ന് പറഞ്ഞാൽ കോട്ട് A/2 ആണ് നമുക്കറിയാം. കോട്ട് A/2 is equal to നമ്മുടെ ഈ ഭാഗം വരും അല്ലെ, sin A plus DM/2 divided by sin A/2. A plus DM/2 divided by sin A/2. കോട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ടാൻ ആണ്. ഓക്കെ, കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ്. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു, അറിയാത്ത ആൾക്കാർ നോക്കി വെച്ചോളാം. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണ്. അപ്പൊ കോട്ട് A/2 എനിക്ക് എങ്ങനെ എഴുതാം? കോസ് A/2 divided by sin A/2 which is equal to sin A plus DM/2 divided by sin A/2. ഓക്കെ, അപ്പൊ ലെഫ്റ്റും റൈറ്റും ഡിനോമിനേറ്ററിൽ sin A/2 ആണ്. സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് കോസ് A/2 is equal to sin A plus DM/2 എന്നാണ്. കോസ് ഓഫ് സംതിങ് is equal to sin എന്നാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന സെറ്റ് ഓഫ് റിലേഷൻ ആണ്. സൈൻ 90 മൈനസ് തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. അപ്പൊ ഈ കോസ് A/2 എനിക്ക് എങ്ങനെ എഴുതാം? കോസ് A/2 എനിക്ക് എഴുതാം സൈൻ 90 മൈനസ് A/2 അല്ലെ. സൈൻ 90 മൈനസ് A/2 എന്ന് പറയുമ്പോൾ അത് കോസ് A/2 ആണ് അല്ലെ. സോ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ A plus DM/2. ഇങ്ങനെ ചെയ്തത് നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ലെഫ്റ്റിലും റൈറ്റിലും സൈൻ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇപ്പൊ രണ്ട് സൈഡിലും സൈൻ ആണ്. അപ്പൊ നമുക്ക് സൈന് ക്യാൻസൽ ചെയ്ത് എഴുതാം. ക്യാൻസൽ ആയി പോകുന്നതല്ല, രണ്ട് സൈഡിലും സൈൻ ഓഫ് തന്നെയാണ്, അത് ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾസ് ഈക്വൽ ആണ്. സോ 90 മൈനസ് A/2 ഇസ് ഈക്വൽ ടു A പ്ലസ് DM/2. ഓക്കെ, സോ ഇനി ഇത് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 മൈനസ് A ഇസ് ഈക്വൽ ടു A പ്ലസ് DM എന്ന് കിട്ടും. DM ഇസ് ഈക്വൽ ടു 180 മൈനസ് 2A. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമ്മുടെ സിലബസിൽ മാത്സ് ഉള്ളത് കൊണ്ട് തന്നെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു പാർട്ട് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഉണ്ടല്ലോ. അതുകൊണ്ട് ട്രിഗണോമെട്രിയും കൂടെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ.
ആക്ച്വലി ഈ ഇക്വേഷൻസ്, ഈ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിന്റെ, അതായത് ഈ ഡിസ്കസ് ചെയ്ത് ഇതില്ലേ സൈൻ 90 - θ = cos θ, ഇതൊക്കെ ഓർത്തിരിക്കാനായിട്ടൊക്കെ ഉള്ള കുറച്ച് വഴികളൊക്കെ ഉണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് ഓക്കെ ആണോ? ഈ പ്രോബ്ലം ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കൂ. എ പ്രിസം ഓഫ് ആംഗിൾ 60 ഡിഗ്രി, prism of angle 60 degree produces minimum deviation of 30 degree. What is the refractive index of the medium of the prism? വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. യെസ്, കറക്റ്റ് ആണ്. സോ കിട്ടാത്ത ആൾക്കാർ നോക്കിക്കൊള്ളുക. N21 is equal to sin A plus dm/2 divided by sin A/2 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇത് വരും സൈൻ എ എന്ന് പറയുന്നത് 60 ആണ്, dm 30 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ 60/2. ഓക്കെ, 60 30 90 ബൈ 2 എന്ന് പറയുമ്പോൾ 45. സൈൻ 45 ഡിഗ്രി ഡിവൈഡ് ബൈ 60/20, സോറി 60/2 30, സൈൻ 30. സൈൻ 45 എത്രയാണ്? സൈൻ 45 1/√2 ആണ്. സൈൻ 30 എത്രയാണ്? 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വന്നാൽ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/√2 ഇൻറ്റു 2/1. √2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. എത്ര കിട്ടും? √2. ആൻസർ ഈസ് ഓപ്ഷൻ ബി, √2. സൈൻ കോസ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജസ്റ്റ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു 45 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ്. ഇതിന്റെ പ്രത്യേകത രണ്ട് ആംഗിൾ ഈക്വൽ അല്ലേ, അതുകൊണ്ട് തന്നെ ആ രണ്ട് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ സൈഡ് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് എത്ര തന്നെ ആയിരിക്കും? 1 എന്നായിരിക്കും. അപ്പൊ നമ്മുടെ ഹൈപ്പോടെന്യൂസ് എത്ര വരും? ഹൈപ്പോടെന്യൂസ് എത്ര വരും? ഹൈപ്പോടെന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് √2. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ റേഷ്യോസ് ഒക്കെ ഓർത്തിരിക്കാം. സൈൻ 45 എന്ന് പറഞ്ഞ സൈൻ എന്തുവാ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസാ. ഏതെങ്കിലും ഒരു 45 എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് 1, ഹൈപ്പോടെന്യൂസ് √2, 1/√2. കോസ് 45ഓ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്, അതും 1/√2. ടാൻ 45 എങ്ങനെ കണ്ടുപിടിക്കും? സൈൻ ബൈ കോസ് ചെയ്താൽ മതി. സൈനും കോസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ടാൻ എത്രയായിരുന്നു? 1 വരും. ഓക്കെ, സോ അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊസീക്ക് സീക്ക് കോട്ടും കിട്ടും. അതുപോലെ തന്നെയാണ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ട്രയാങ്കിൾ. ഇവരുടെ സൈഡ്സിന്റെ റേഷ്യോ വരുന്നത് ഇങ്ങനെയാണ്. 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് 1, 60ക്ക് ഓപ്പോസിറ്റ് സൈഡ് √3 ആൻഡ് 90ക്ക് ഓപ്പോസിറ്റ് സൈഡ് 2. ഈ റേഷ്യോ അറിയാമെങ്കിൽ ഈ ട്രയാങ്കിൾ വരച്ച് നമുക്ക് സൈൻ കോസ് ടാനിന്റെ വാല്യൂസ് നമുക്ക് 30ന്റെയും 60ന്റെയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ട്രിഗണോമെട്രി ഇവിടെ സൈൻ ഈക്വേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വാല്യൂസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. ഓക്കെ, ഈ പ്രോബ്ലം ഓക്കെ ആണോ? ഓക്കെ, സോ ഡിസ്പേർഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് വൈറ്റ് ലൈറ്റ്? വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ വൈറ്റ് ലൈറ്റിലുള്ള കമ്പോണൻസ് ഓരോന്നും ഓരോ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അതിന് പല രീതിയിലാണ് ഡീവിയേഷൻ ഉണ്ടാവുക. വയലറ്റ് ആണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്, റെഡ് ആണ് കുറച്ച് ഡീവിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ വയലറ്റ് സ്ലോവർ ആയിട്ടും റെഡ് ഫാസ്റ്റർ ആയിട്ടുമാണ് പോവുക. ഓക്കെ, സോ ഇത് പിന്നെ ഒന്നിന്റെ പേര് ഓർത്തിരുന്നോളൂ, ഡിസ്പേർഷൻ ആണ്. നമ്മൾ ഒരു ഡിഫ്രാക്ഷൻ പുറകെ പഠിക്കും. ഓക്കെ,
So this is dispersion. Okay. So Newton's experiment on dispersion of light. ഇതിൽ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഈ ഒരു ഫിഗറിന്റെ റെപ്രസെന്റേഷൻ ആണിത്. ഒരു പ്രിസമുണ്ട്. ആ പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടന്നുപോയി. വൈറ്റ് ലൈറ്റ് കടന്നു പോയപ്പോ അതെന്ത് ചെയ്തു? അതിൽ സ്പ്ലിറ്റ് ആയി. വയലറ്റ് റെഡ് സ്പ്ലിറ്റ് ആയി. ഇവിടെ വയലറ്റും റെഡ് മാത്രമേ കാണിക്കുന്നുള്ളൂന്നേ ഉള്ളേ. ഇനി എക്സാക്ട്ലി സിമിലർ ഒരു പ്രിസം ഇൻവേർട്ടഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ലൈറ്റ് അതിലൂടെ പാസ് ചെയ്തത് വൈറ്റ് ലൈറ്റ് ആയിട്ട് തിരിച്ചു കിട്ടും. അതായത് ഇവിടെ നടന്ന ഫസ്റ്റ് പ്രിസത്തിൽ നടന്ന പ്രോസസ്സിന്റെ ഇൻവേഴ്സ് നമുക്ക് സെക്കൻഡ് പ്രിസത്തിൽ കിട്ടും. ഓക്കെ. സോ ഇതാണ് ന്യൂട്ടൺസ് എക്സ്പെരിമെന്റ് ഓൺ ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇത് പോസിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഫിഗേഴ്സ് തന്നിട്ട് ചോദിക്കാം. ഓക്കെ. സോ ഈ ഒരു കാര്യം എന്താണ്? പോസിബിൾ ആണ്. ഓക്കെ. ഇത് നമ്മൾ ഓൾറെഡി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ഡിസ്പെർസീവ് ആൻഡ് നോൺ ഡിസ്പെർസീവ് മീഡിയ. നമ്മൾ കണ്ടു പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന മീഡിയത്തിനെയാണ് നമ്മൾ ഡിസ്പെർസീവ് മീഡിയം എന്ന് വിളിക്കുക. അല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ ഡിസ്പെർസീവ് മീഡിയം എന്ന് വിളിക്കും. ഡിസ്പെർസീവ് മീഡിയം ആകണമെങ്കിൽ മീഡിയം ഡിസ്പെർസീവ് ആകണം. പ്ലസ് ലൈറ്റ് എന്തായിരിക്കണം? പോളിക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കണം. ഒരൊറ്റ കളറേ ഉള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആണെങ്കിൽ അത് പിന്നെ സ്പ്ലിറ്റ് ആവത്തില്ലല്ലോ. പക്ഷെ വൈറ്റ് ലൈറ്റില് ഇപ്പോ ഒരുപാട് വേവ് ലെങ്ത് ഉണ്ട് അല്ലെ? 400 മുതൽ 700 വരെ നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് അതിന്റെ ഉള്ളു. അതുകൊണ്ടാണ് അവിടെ ആ സ്പ്ലിറ്റിംഗ് അപ്പ് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോ ഡിസ്പെർഷൻ ഗ്ലാസ് ഡിസ്പെർസീവ് ആണെന്ന് നമുക്ക് പറയാം. അതേസമയം ലൈറ്റ് അവിടെ എന്താണ്? ലൈറ്റിൽ ഒരുപാട് കമ്പോണൻസും ഉണ്ട്. ഒരുപാട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പോളിക്രോമാറ്റിക് എന്ന് വിളിക്കാം. പോളിക്രോമാറ്റിക്. ഒറ്റ കമ്പോണന്റ് ഉള്ളെങ്കിലോ അതിനെ നമുക്ക് മോണോക്രോമാറ്റിക് എന്ന് വിളിക്കാം. സോ നമുക്ക് പഠിക്കാനുള്ള ആക്ച്വലി സിലബസിൽ പ്രിസത്തിന് മുന്നേ ആണ് ഈ ഡിഫക്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലെൻസിന്റെ ഡിഫക്ട്സ് ആണ്. പക്ഷെ പ്രിസം പറഞ്ഞിട്ട് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. സ്ഫെറിക്കൽ അബറേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലെൻസിന്റെ കൺവേർജിങ് ലെൻസിന്റെ അതിന്റെ സർഫസിലുള്ള എന്തെങ്കിലും ഇൻഡിസ്റ്റിങ്ക്ട് അപ്പിയറൻസ്, അതായത് സർഫസ് അത്ര സ്മൂത്ത് അല്ല, റഫൊക്കെ ആകുന്ന സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കും? റേസ് എല്ലാം ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാതെ വരും. പലതും പല സ്ഥലത്ത് വന്ന് ഫോക്കസ് ചെയ്യും. ഓക്കെ. ഈ ഒരു ഡിഫക്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ഫെറിക്കൽ അബറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് സ്ഫെറിക്കൽ അബറേഷൻ? ഇറ്റ്സ് ദ ഫിനോമിനൻ ഡ്യൂ ടു indistinct appearance of outer part of the field of view of a lens, which is caused by non-convergence of rays to a common focus. ഒരു കോമൺ ഫോക്കസിലേക്ക് റേസ് എല്ലാം വന്ന് കൺവേർജ് ചെയ്യുന്നില്ല. ഓക്കെ. ആ ഒരു അവസ്ഥയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ഫെറിക്കൽ അബറേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഡിഫക്റ്റ് ആണ് വിച്ച് ഈസ് ക്രോമാറ്റിക് അബറേഷൻ. ക്രോമാറ്റിക് ആ പേര് പോലെ തന്നെ ക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് സംതിങ് റിലേറ്റഡ് ടു കളർ എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോ നമ്മൾ ഈ പടത്തിൽ കണ്ടില്ലേ, ചില പോയിന്റില് ചില കളേഴ്സ്, അതായത് ഇപ്പൊ വൈലറ്റ്, ബ്ലൂ, ഇത് ഒരു ഔട്ട്ലൈൻ പോലെയൊക്കെ വരുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ തിക്ക് ലെൻസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ലെൻസ് തിക്കാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതില് തിക്ക് ലെൻസിനെ നമുക്ക് ഒരുപാട് പ്രിസം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ഒരുപാട് കാലം കഴിയുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ സംഭവിച്ച്, അതായത് കാലപ്പഴക്കം കൊണ്ടാണ് കൂടുതലും തിക്ക് ലെൻസിൽ ക്രോമാറ്റിക് അബറേഷൻ കാണുന്നത്. ഓക്കെ. കാരണം ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സ്യൂഡോ സോളിഡ് പോലെയാണ്. എന്ന് വെച്ചാൽ അതായത് ടെമ്പറേച്ചറിനനുസരിച്ചും ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചൊക്കെ അതിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ കാലപ്പഴക്കം കൊണ്ട് എന്ന് തന്നെ പറയുന്നത്.
So it behaves like a it behaves like it is made up of so many lenses, so many prisms. സോ അപ്പൊ എന്ത് സംഭവിക്കും? പ്രിസം നോർമലി ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യും. അതുപോലുള്ള ഒരു എഫക്ട് എന്ത് കാണാൻ പറ്റും നമുക്ക്? തിക്കായിട്ടുള്ള ലെൻസിൽ കാണാൻ പറ്റും. അപ്പോഴാണ് അത് അതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിനെയാണ് ഇതും ഈ പറഞ്ഞ പോലെ റെഡ് കളറും ബ്ലൂ കളറും ഒക്കെ പല പല പോയിന്റ്സിലാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കാണുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോമാറ്റിക് അബറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ക്രോമാറ്റിക് അബറേഷൻ. അപ്പൊ ഈ സ്ഫെറിക്കൽ അബറേഷനും ക്രോമാറ്റിക് അബറേഷനും ലെൻസസിൽ വരുന്ന ഡിഫക്ട്സ് ആണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്രാക്ഷൻ എന്ന്. നമ്മളിപ്പോ റിഫ്ലക്ഷൻ പഠിച്ചു, റിഫ്രാക്ഷൻ പഠിച്ചു. റിഫ്രാക്ഷൻ പ്രിസത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ ഡിസ്പേർഷൻ കണ്ടു. അവിടെ റിഫ്രാക്ഷനും വൈറ്റ് ലൈറ്റ് ആണ് പ്രിസത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് വൈറ്റ് ലൈറ്റ് പോളിക്രോമാറ്റിക് ആയതുകൊണ്ട് അവിടെ ഡിസ്പേർഷനും കൂടെ, അതായത് ലൈറ്റ് അതിന്റെ കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ലൈറ്റിന്റെ ഒരു ഫിനോമിനൻ ആണ് എന്താ? സ്കാറ്ററിങ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സിലബസിൽ നമ്മൾ പഠിച്ച പ്രശ്നം കഴിഞ്ഞിട്ട് കിടക്കുന്നത് സ്കാറ്ററിങ് അല്ല. അതിനിടയ്ക്ക് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതായത് റേ ഒപ്റ്റിക്സിന്റെ ടോപ്പിക്സ് ഒരുമിച്ച് എടുത്ത് പോയിട്ട് ലൈറ്റിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ടോപ്പിക്സ് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. അപ്പൊ ഒരു ഓർഡർ ഉണ്ടാവും. അപ്പോ ഇപ്പോ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവൻ റേ ഒപ്റ്റിക്സ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു സബ്ജക്റ്റിന്റെ ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? നമ്മൾ സ്കാറ്ററിംഗിലേക്ക് പോകുന്നത്. പോർഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. ഉറപ്പായിട്ടും വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, കാരണം ഒപ്റ്റിക്സ് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമുക്ക് അതിനെ കൃത്യമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം, റേ ഒപ്റ്റിക്സ് എന്നും വേവ് ഒപ്റ്റിക്സ് എന്നും. അപ്പൊ റേയുടെ ഫിനോമിനൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേവ് ഒപ്റ്റിക്സിലേക്ക് പോവാം. മിക്സപ്പ് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? ഡസ്റ്റ് പാർട്ടിക്കിൾ ആയിക്കോട്ടെ, ക്ലൗഡ് ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ലൈറ്റ് ഇതിൽ വന്ന് ഇടിക്കത്തില്ലേ? ലൈറ്റ് എർത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇവരൊക്കെ ആയിട്ട് കൂട്ടിമുട്ടും. അങ്ങനെ വന്ന് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസിൽ വന്ന ലൈറ്റ് ഇടിക്കുമ്പോൾ ലൈറ്റിന്റെ ഡയറക്ഷൻ മാറിപ്പോകും. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ലൈറ്റ് വന്ന് ഇടിച്ചു, അപ്പോൾ ലൈറ്റിന്റെ ഡയറക്ഷൻ മാറിപ്പോകും. ഓക്കെ, ഈ ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്കാറ്ററിംഗ് ഉള്ളതുകൊണ്ടാണ്, നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് പകൽ സമയത്തൊക്കെ നമ്മുടെ റൂമിലൊക്കെ വെട്ടം വരുന്നത്. കാരണം എന്താ? ലൈറ്റ് നേർരേഖയിലെ സഞ്ചരിക്കുള്ളൂ നമുക്കറിയാം അല്ലെ? അതിങ്ങനെ സൂര്യനിൽ നിന്ന് നേരെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. പക്ഷെ ഈ പാർട്ടിക്കിളിൽ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ച് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന ജനലും വാതിലുകളും ഒക്കെയുള്ള മുറികളിലൊക്കെ എന്ത് വരുന്നത്? പകൽ സമയത്ത് നമുക്ക് ഈ വെട്ടം കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ആ ഫിനോമിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൺലൈറ്റ് ഗെറ്റ് സ്കാറ്റേർഡ് ഓർ changes its direction by the atmospheric particles. ആ ഫിനോമിനെ സ്കാറ്ററിംഗ് എന്ന് വിളിക്കും. ലൈറ്റ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത് ഈസ് സ്കാറ്റേർഡ് മച്ച് മോർ ദാൻ ലൈറ്റ് ഓഫ് ലോങ്ങർ വേവ് ലെങ്ത്. ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്സ് ആണ് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത്. ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരുടെ സ്കാറ്ററിംഗ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈറ്റ് ലൈറ്റിൽ ആരായിരിക്കും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത്? വൈറ്റ് ലൈറ്റിൽ ആരായിരിക്കും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത്? ഷോർട്ടർ വേവ് ലെങ്ത് ആരാണ്? വയലറ്റ്. വയലറ്റ് സ്കാറ്റർ ദ മോസ്റ്റ്, വൈൽ റെഡ് സ്കാറ്റർ ദ ലീസ്റ്റ്. കറക്റ്റ്. ഓക്കെ, സോ സ്കാറ്ററിംഗ് നമുക്ക് മെയിൻലി നമ്മുടെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്
വിച്ച് ഈസ് റെയിലേ സ്കാറ്ററിംഗ് ആൻഡ് രാമൻ സ്കാറ്ററിംഗ്. എന്താ റെയിലേ സ്കാറ്ററിംഗ് എന്ന് നോക്കാം. റെയിലേ സ്കാറ്ററിംഗിന്റെ പ്രത്യേകത, നമ്മുടെ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ സൈസ് ഇല്ലേ, സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ, ലൈറ്റിനെ ഡയറക്ഷൻ മാറ്റി വിടാൻ നിൽക്കുന്ന ആ പാർട്ടിക്കിളിന്റെ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ഈസ് കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റിന്റെ വേവ് ലെങ്തുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കമ്പയറബിൾ അല്ല സോറി, ലൈറ്റിന്റെ വേവ് ലെങ്തുമായിട്ട് ഒരുപാട് ചെറിയ പാർട്ടിക്കിൾസ്, അതിൽ വളരെ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് തട്ടി ഉണ്ടാകുന്ന സ്കാറ്ററിംഗ് ആണ് എന്ത്, റെയിലേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത, എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ്, എന്തോരം സ്കാറ്റർ ചെയ്തു, എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ്, amount of scattering is proportional to, inversely proportional to fourth power of the wavelength. Amount of scattering is inversely proportional to fourth power of the wavelength. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വേവ് ലെങ്ത് കുറയുമ്പോൾ സ്കാറ്ററിങ് കൂടും, വേവ് ലെങ്ത് കൂടുമ്പോൾ സ്കാറ്ററിങ് കുറയും. വേവ് ലെങ്ത് കുറഞ്ഞ ആരാണ്, വയലറ്റ്. വയലറ്റ് ആണ് മോസ്റ്റ് സ്കാറ്റേഴ്സ് ദ മോസ്റ്റ്. വേവ് ലെങ്ത് കുറഞ്ഞ ആള് വിച്ച് ഈസ് റെഡ്. റെഡ് സ്കാറ്റേഴ്സ് ദി ലീസ്റ്റ്. റെഡ് ആണ് ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ റെയിലേ സ്കാറ്ററിംഗ് മൂലം ഉണ്ടാകുന്ന ഫിനോമിനൻ ആണ് എന്ത്, ബ്ലൂ കളർ ഓഫ് സ്കൈ. ബ്ലൂ കളർ ഓഫ് സ്കൈ. പിന്നെ റെഡ് കളർ ഓഫ് മോർണിംഗ് ആൻഡ് ഈവനിങ് സൺ. ഓക്കെ, ഇതൊക്കെ എന്ത് മൂലമാണ് ഉണ്ടാവുന്നത്, റെയിലേ സ്കാറ്ററിംഗ് മൂലമാണ് ഉണ്ടാവുന്നത്. സോ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ഈസ് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ദ വേവ് ലെങ്ത്. ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കാരായിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, വിബ്ജിയോർ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് സ്കാറ്റേഴ്സ് ദി മോസ്റ്റ്. ഇവര് ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യും. ശരിക്കും ഓക്കെ, സോറി കേട്ടോ, എനിക്ക് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് കൂടുതൽ സ്കാറ്റർ ചെയ്യുക. ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന ആരാണ്, വയലറ്റ് ആണ്. ഓഫ് കോഴ്സ് വയലറ്റ് ആണ് അല്ലെ, കാരണം അതാണ് ഏറ്റവും ലീസ്റ്റ് വേവ് ലെങ്ത് ഉള്ള ആള്. പക്ഷെ നമ്മൾ സ്കൈ കാണുന്നത് ബ്ലൂ കളറിലാണ്. ഇറ്റ് ഈസ് ബിക്കോസ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ വളരെ അടുത്ത് അടുത്തടുത്ത് വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഐസ് ഇത്രയും കളേഴ്സ് തന്നെ സ്കാറ്റർ ചെയ്ത കളേഴ്സിന് ഒരുമിച്ച് കാണുമ്പോൾ our eyes are more sensitive to blue. Okay, since our eyes are more sensitive to blue than violet, we see sky blue. അതുകൊണ്ടാണ് നമ്മൾ സ്കൈനെ എങ്ങനെ കാണുന്നത്, ബ്ലൂ കളറിൽ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം എന്തുകൊണ്ടാണ് സ്കൈക്ക് ബ്ലൂ കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേവ് ലെങ്ത് കുറഞ്ഞ ബ്ലൂ സ്കാറ്റേഴ്സ് ദ മോസ്റ്റ്. ഇൻഫാക്ട് വയലറ്റ് സ്കാറ്റർ മോർ ദാൻ ബ്ലൂ, ബട്ട് അവർ ഐസ് ആർ മോർ സെൻസിറ്റീവ് ടു ബ്ലൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, സ്കൈനെ ബ്ലൂ കളറിൽ കാണുന്നത്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു മോർണിംഗ് ആൻഡ് ഈവനിങ് സൺ, അതിന്റെ കളർ നമ്മൾ റെഡ് ആണ്, അല്ലെങ്കിൽ റെഡിഷ് ഓറഞ്ച് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള ഓക്കെ, ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കോ, ഈ ഫസ്റ്റ് സണ്ണിന്റെ ഈ ഫസ്റ്റ് പൊസിഷനിൽ സൺ ഇപ്പോ ഓവർഹെഡ് ആണ്, നിയർലി ഓവർഹെഡ് പൊസിഷൻ ആണ്. സോ ഈ ഫില്ല് ചെയ്തിരിക്കുന്ന ബ്ലൂ ആണ് എർത്ത്, അതിന് മുകളിൽ കൂടെയുള്ള ആ ഔട്ടർ ലൈൻ
ഈ വൈറ്റ് പോർഷൻ അതെന്താണ്? അത് അറ്റ്മോസ്ഫിയറിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒബ്സർവർ ഉണ്ട്. ഇപ്പോൾ സണ്ണിൽ നിന്നുള്ള ലൈറ്റ്, സൺ ഓവർഹെഡിൽ നിൽക്കുമ്പോൾ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് അറ്റ്മോസ്ഫിയറിലൂടെ ഇത്രയും ദൂരം സഞ്ചരിച്ചാണ് അടുത്തേക്ക് വരുന്നത്. ഓക്കെ, പക്ഷെ സണ്ണ് അസ്തമിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഉദിക്കുമ്പോൾ, അതായത് സൺ ഹൊറൈസണിലായിരിക്കുന്ന സമയത്ത് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് അറ്റ്മോസ്ഫിയറിലൂടെ ഇത്രയും ദൂരം സഞ്ചരിച്ച്, ഒരു ട്രിപ്പിള് ദൂരം സഞ്ചരിച്ചാണ് ഇവിടെ എത്തുന്നത്, ഒബ്സർവറിന്റെ അടുത്ത് എത്തുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും സെക്കൻഡ് പൊസിഷൻ ഹൊറൈസൺ എന്നുള്ളത്, സ്വാഭാവികമായിട്ടും സ്കാറ്ററിങ് കൂടുതൽ എപ്പോഴായിരിക്കും? സൺ ഹൊറൈസണിൽ നിൽക്കുമ്പോഴായിരിക്കും, സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുമ്പോഴാണ്. കാരണം അപ്പോഴാണ് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് അറ്റ്മോസ്ഫിയറിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോ അതെന്ത് ചെയ്യും? കൂടുതൽ സ്കാറ്റേർഡ് ആവും. അപ്പൊ ഈ കൂടുതൽ ദൂരം സഞ്ചരിച്ച് കൂടുതൽ അപ്പോ എത്ര ദൂരം സഞ്ചരിക്കുന്നു അത്രയും ദൂരം അത് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് സ്കാറ്ററിങ് നടക്കുന്നുണ്ട് അല്ലെ? സോ ഈ ഒരു സിറ്റുവേഷനിൽ ബാക്കി കളേഴ്സ് എല്ലാം സ്കാറ്റർ ചെയ്ത് പോകും. ലീസ്റ്റ് സ്കാറ്റേർഡ് ആയിട്ടുള്ള റെഡ് മാത്രമാണ് നമ്മുടെ കണ്ണുകളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഹൊറൈസണിലുള്ളപ്പോ, അതായത് ഉദയ സമയത്തും അസ്തമയ സമയത്തും സണ്ണിനെ നമ്മൾ റെഡ് കളറിൽ കാണാൻ കാരണം. ഓക്കെ, ബിക്കോസ് അപ്പോഴാണ് കൂടുതൽ സ്കാറ്ററിങ് സംഭവിച്ച ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തി കൂടുതൽ വേഗം സ്കാറ്റേർഡ് ആവുന്ന കളേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ട് ലീസ്റ്റ് സ്കാറ്റേർഡ് ആവുന്ന റെഡ് മാത്രം നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. Then white cloud, കളർ ഓഫ് ക്ലൗഡ്സ്. ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? റെയിലേ സ്കാറ്ററിംഗ് ആണ്. റെയിലേ സ്കാറ്ററിംഗിൽ നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത്. അവിടെ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ പറഞ്ഞു, സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ സൈസ് ഇസ് വെരി മച്ച് ലെസ് ദാൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നമുക്കറിയാം നമ്മുടെ വൈറ്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത് 400 to 700 നാനോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതിലും ചെറിയ ഡയമെൻഷനുള്ള പാർട്ടിക്കിൾസിലേക്ക് ഇന്ററാക്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ക്ലൗഡ്സ്, വൈറ്റ് കളർ ഓഫ് ക്ലൗഡ്സ് വരാൻ, ക്ലൗഡ്സ് എന്ന് പറയുന്നത് വലിയ പാർട്ടിക്കിൾസ് അല്ലേ, വിച്ച് ഈസ് നമ്മുടെ ലൈറ്റിന്റെ വേവ് ലെങ്തിനെക്കാട്ടിലും ഒരുപാട് വലിയ പാർട്ടിക്കിൾ ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/λ4 എന്ന തിയറി ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, സോ ഇതെവിടെ? റെയിലേയില് കേസ്, ക്ലൗഡിന്റെ കേസ് ക്ലൗഡ് നമ്മുടെ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നാനോമീറ്റർ സൈസിലാണ്, ലൈറ്റിന്റെ വേവ് ലെങ്ത് നാനോമീറ്റർ റേഞ്ചിലാണ് വരുന്നത്. അതിനേക്കാട്ടിലും എന്തോരം വലുതാണ് ക്ലൗഡ്സ്. സോ ഇവിടെ പാർട്ടിക്കിളിന്റെ സൈസ് ഇസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ലാംഡ. ഓക്കെ, സോ ലാർജ് സ്കാറ്ററിംഗ് ഒബ്ജക്റ്റ് ആണ് ഈ റെയിൻ ഡ്രോപ്സും ഡസ്റ്റും ലാർജ് ഡസ്റ്റും ഐസ് പാർട്ടിക്കിൾസും ഒക്കെ. അങ്ങനെ വരുമ്പോൾ ഓൾ വേവ് ലെങ്ത്സ് ആർ സ്കാറ്റേർഡ് നിയർലി ഈക്വലി. എല്ലാ വേവ് ലെങ്തും ഏകദേശം ഒരേപോലെ തന്നെ സ്കാറ്റർ ചെയ്യപ്പെടും. എല്ലാ വേവ് ലെങ്തും ഒരേപോലെ തന്നെ സ്കാറ്റർ ചെയ്യപ്പെടും. വിച്ച് മീൻസ് എല്ലാ കളറും ഒരേപോലെ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അല്ലേ നമ്മുടെ കണ്ണി വന്ന് പതിക്കുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ ഏത് കളറിൽ കാണും? വൈറ്റ് കളറിൽ കാണും. ഓക്കെ, സോ ഡ്യൂ ടു ദാറ്റ് നമ്മൾ അതിനെ എന്ത് കളറിൽ കാണുന്നു? വൈറ്റ് കളറിൽ കാണുന്നു. സോ ഇവിടെ ഇത് റെയിലേ സ്കാറ്ററിംഗ് അല്ല കേട്ടോ, അത് ഓർത്തോണം. അപ്പൊ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.